ആൽഫ കണ്ടു. യാഷ് രാജ് ഫിലിംസ് അഥവാ YRFന്റെ സ്പൈ യൂണിവേഴ്സിൽ വരുന്ന പടമാണ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്ന് ആദ്യം തോന്നിപ്പിച്ചിട്ട് പിന്നെ ക്ലീഷേ ആൻഡ് പ്രഡിക്റ്റബിൾ ആയിട്ട് മാറിയ മറ്റൊരു നിർഗുണ ആക്ഷൻ സ്പൈ പടമാണിത്. ഓൾറെഡി ഉള്ള കബീർ, പഠാൻ തുടങ്ങിയ YRF സ്പൈ യൂണിവേഴ്സിലെ പുരുഷ കേസരികൾക്കൊപ്പം ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി സ്ത്രീ കഥാപാത്രങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുവന്ന ഒരു കത്തിപ്പടം. ഇന്ത്യൻ ആർമിയെയും റോയെയും ഒക്കെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ ഇരിക്കുന്നവരൊക്കെ ഇത്രയും മണ്ടന്മാരാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന വിധത്തിലാണ് ഇതിലെ വില്ലൻ പ്രവർത്തികളൊക്കെ. ഇത് ശരിക്കും റിവേഴ്സ് ധുരന്തർ ആണ് എന്ന് പറയാം. ധുരന്തർ തിരിച്ചു വെച്ചിട്ടുള്ള കഥയാണ്, ഒരു കംപ്ലീറ്റ് ദുരന്തം. ധുരന്തർ എന്തൊക്കെയാണെങ്കിലും സ്പൈ ആക്ഷൻ പടങ്ങൾക്ക് ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചായിരുന്നു. പക്ഷെ YRFന്റെ ശങ്കരൻ സ്പൈകളൊക്കെ ആണെങ്കിൽ ഇപ്പോഴും തെങ്ങിമ തന്നെയാണെന്നുള്ളതാണ്. ഓൾഡ് സ്കൂൾ മസാല ട്രീറ്റ്മെന്റ് ഉള്ള ഒരു യൂഷ്വൽ ആവറേജ് സ്ക്രിപ്റ്റ് ആണ് ഈ പടത്തിന്റെ മെയിൻ പോരായ്മ. തുടക്കത്തിലൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു, ലോജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചുമ്മാ ഒരു സൂപ്പർ ഹീറോ പടം അല്ലെങ്കിൽ ഒരു അതിമാനുഷിക പടം എന്ന രീതിയിലെങ്കിലും കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ വരികയായിരുന്നു. ആലിയ ഭട്ട് അത്യാവശ്യം കൊള്ളാമായിരുന്നു. അപ്പോഴാണ് ഷെർവാരി സ്പെയിനിൽ നിന്നും ഡാൻസ് കളിച്ചുകൊണ്ട് വരുന്നത്. സത്യം പറയാലോ, അവര് വന്നപ്പോ തൊട്ട് പടം മലം കൾട്ടായിട്ട് മാറി. പെർഫോമൻസിൽ ആലിയ കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് കാണാനുമുണ്ട്. ആറ്റിറ്റ്യൂഡ് പിടിച്ചേക്കുന്നതും നൈസ് ആയിരുന്നു. പക്ഷെ എഴുതി വെച്ചേക്കുന്നത് ക്ലീഷേ ആയിട്ടാണ്. ആലിയ ഒരു റഫ് ആൻഡ് ടഫ് ഗേൾ സ്റ്റൈൽ ആണെങ്കിൽ ഷെർവാരി ക്യൂട്ട്നെസ് വാരി എറിഞ്ഞ് വെറുപ്പിക്കലാണ്. ഇപ്പൊ ആലിയ ഭട്ടും ബോബി ഡിയോളും തമ്മിലുള്ള ആക്ഷൻ സീനിടെ ആകാശത്തേക്കൊരു കൂന്താലി പോകുന്നുണ്ട്. പിന്നെ താഴെ അവര് തമ്മിൽ ഇടിക്കുന്നു, മഴ പെയ്യുന്നു, ഇടിവെട്ടുന്നു. അപ്പുറത്ത് റെയിൽവേ ട്രാക്കിൽ കൂടി 1.5 മണിക്കൂർ വൈകി ഓടുന്ന കൊല്ലം പാസഞ്ചറെ 2 കിലോമീറ്റർ വേഗത്തിൽ പാസ് ചെയ്യുന്നു. തൊട്ടടുത്ത തിയേറ്ററിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ സ്റ്റാർട്ട് ചെയ്ത് ഇന്റർവെൽ ആകുന്നു. ആ പടം കണ്ടുകൊണ്ടിരിക്കുന്ന 2 മാസം ഗർഭിണിയായ സ്ത്രീ 8 മാസം കൂടി കഴിഞ്ഞ് പ്രസവിക്കുന്നു. സ്റ്റിൽ കൂന്താലി താഴെ വന്നിട്ടില്ല.